തദ്രോധം കവയപ്രാണോ പത്മാപന്നഹമാർദ്ദനം നാദപരതലോലോകേ പുംസസ്വാത്മവിക്രമം യഥാന്യാധ്യശ്ച പ്രയസ്തുമാത്മനം സ്വവ്യതിക്രമം അത്യന്ത്ര്യാർത്ഥാദിധ്യാനം സർവാർത്ഥാപന്നപൂർണം ബ്രഹ്മസദോ ജാനവേ വിജ്ഞാനം യോനാ വിശദി ക്ഷതാം കുര്യാകറിച്ചിൽസംഘം തമസ്തീവ്രം ഗിരീഷു ധർമാതകാമമോക്ഷണം യദത്യന്തവിഘാതകം തത്ര വിമോക്ഷ ഏവാർത്ഥം ആത്യന്തികം തയേഷ്യതി തൈവക്യോത്തു യദോ നിത്യം കൃതാന്തമയസംയം പരേ പരേ ഭവ ഗുണം വ്യതികരാദനം അദേശം വിദദേശം ഈശയുദ്ധം സുധാസുഷ തത്വം നരേന്ദ്രജഗതഹസ്ത ജഗദാമത തസ്തുഷാഞ്ജം ദേഹേന്ദ്രിയാസുദീർണാത്മാം ധീരാമൃതാൻ നാരായണ നാരായണം സത്യം തത്വം നരേന്ദ്രജഗദാമത തസ്തുഷാഞ്ജം ദേഹേന്ദ്രിയാസുദീർണാത്മാം ധീരാമൃതാനം ക്ഷേത്ര പദയാഗതി വിശ്വകാരി പ്രത്യക്ഷകാശി ഭഗവൻ സമീകീസോസ്മി യസ്മിന്നിദം സതസദാൽപദയാ വിഭാതി മായാവിവേകവിധുഃ സൈവബുദ്ധിം നിത്യമുക്ത പരിശുദ്ധ വിമുക്ത സത്വം പ്രത്യൂഢകർമ്മകലിനം പ്രകൃതിം പാദകം വിനാശം വിനാശഭക്യം കർമാശയം വിദിതമൽഗതയം സന്ത തത്തരിക്തമതയോ യതയോ വിരുദ്ധം സ്യൂഗണാസ്തമരണം ഭവാസുദേവം വിക്ഷോമഹാനിക ഭവാതകമപ്ലവേശം ശക്തക്രമസുഖേന വികീരിഷന്തി തത്തം ഹരിർഭഗവതോ ഭജനീയമന്ത്രിം ഋതോഢുവം രസനമുത്തരവിദുസ്തരാർണം കലിവാലം സേവം ബ്രഹ്മപുത്രേണം കുമാരേണാത്മനേതസം ദർശിതഗതി സംയം പ്രശസ്സുവാദം നവാം യുവായം ഋതോപേനുഗ്രഹപൂർവം പരിണാമേ താനുകം വിനം തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ ഭഗവൻ യുയമാഗതം നിഷ്പാദിതഷ്ടകാസ്യേന ഭവദ്ഭിർഗമാനുധി സാധുപൃഷ്ടം ഹി മേ സർവം അൽപനാസകിം ദദേ പ്രാണാധാരാസുരബ്രഹ്മൻ സപരിച്ഛദം രാജ്യം ബലം മഹീകോശം ഇതി സർവം നിവേദിതം സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ജാം സർവലോകാധിപത്യം ച വേദശാസ്ത്രവിദർഹതി സ്വമേവാത്മ്യാനുഭൂതിം സംവസ്തേ സ്വന്തദാതി ച തസ്യൈവാനുഗ്രഹേണാന്നം ഭുജ്യതേ ക്ഷത്രിയാലയം ഏകീകൃഷി ഭഗവതോ ഗതിരാത്മവാദിം ഏകന്തതോ നിഗമിതി പ്രതിപാദിതാനം ദുഷ്യഞ്ജനകരുണാസുഹൃദേന നിത്യം ഭുവനാമണ്ഡൽ പ്രതികരോതി വിനോദപാത്രം മൈത്രേയോവാദം ആത്മയോഗപദയം ആദിരാജേന പൂജിതം ശീലം ദദീയം സംസന്തേ പൂർവന്യഷതാം നൃണാം വൈന്യസുദുര്യോപഗതം സംശയസ്ത്യാത്മശിക്ഷയാം ആപ്തകാമവാൽപാനം മേന ആത്മന്യപസ്ഥിതം കർമാണി ച യഥാകാലം യഥാദേശം യഥാബലം യഥോചിതം യഥാവിത്തം മകരോദ്ധർമ്മസാകൃതം ഫലം ബ്രഹ്മണ്യസ്യ നിർവിഷംഗസമാഹിതം കർമാധ്യക്ഷം ച മന്വാനം ആത്മാനം പ്രകൃതേ പരം ഗൃഹേഷു വർത്തമാനോപി സാമ്രാജ്യശ്രിയാന്വിതം നാനാസജ്ജതേന്ദ്രിയാർത്ഥേഷു നിരകം മതിലർക്കവൻ ഇവമധ്യാത്മയോഗേന കർമാണ്യനോ സമാചരം ബുദ്ധാനുപാദയാമാസം പഞ്ചശീർഷാത്മസംവദനം വിജയശാന്തോപ്രകേശം ഹര്യചന്ദ്രവിണം മൃഗം സർവേഷാം ലോകപാലാനം ദധാരൈകാത്മൻ ഊതീഭയഭ്യഗസ്ത്രസ്യേ കാലേ ശ്വേശ്വേച്യുതാത്മകം മനോവൃത്തിമേ സൗമ്യേ ഗുണേ സംരഞ്ജയൻ പ്രജാം രാജ്യത്യാദിത്യഥാനാമദേയം തമനാഗത്രിമാപരാം സൂര്യവൽക്കം കടാപംശാഭൂപസു രുദ്രശ്വസ്തേജാസേവാഗ്നി മഹേന്ദ്രതിപദുർജയം നിത്യനിക്ഷയാദനേ ഗൗരിമാഭീഷ്ടദൂർണം വശനിസ്മയധാകാമം വർദ്ധന്യ ദിവതർപ്പയം സമുദ്ര ഇവ ദുർഭൂതസത്വനാദലരാജിവം
ധർമ്മരാടിവം ശിക്ഷായം ആശയീമവാനിവം കുബേര ഇവ കോശാദ്യോ ഉക്താർദ്ധോ ഹരിണോ യഥം ഈശ്വേവ സർവാത്മാ ദരേണ സവസൗജസം അഭിഷക്യതയാ ദേവോ ഭഗവൻ ഭൂതരാടിവം സമ്പ്രപ്രേക്ഷോദേവി മനസ്സീവകരാടിവം വാസല്യേ വനുവന്നൂണാം പ്രഭുത്തി പുനവാനജാം ബൃഹസ്പതി ധർമ്മവാദി ആത്മവർത്തി സ്വയം ധരി ഭക്തിയാഗോപരിവിപ്രേഷു വിശ്വസേനാനുമുക്തിഷു പ്രിയാ പ്രശ്നശീലജന്മകരോദ്യമീ കീർത്യോദ്ഗീതയാ പുംഭിം സൈലോക്യേ തത്രതത്രഃ പ്രതിഷ്ഠകർമ്മരന്ധേഷു സീനാം യാമസ്വദാമിവാഹി വിഷ്ണുഭാവരേഖാപുരം സംസംവിധായ ചതുർത്ഥസ്കന്ധേ ഭൂതചരിതം ദ്വാവിംശതിതമോധ്യായം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പൃഥു മഹാരാജാവിന് സനൽകുമാരന്മാർ നൽകുന്ന ഉപദേശമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. സനൽകുമാരന്മാർ അതിമഹത്തായ അജ്ഞാനം നശിപ്പിക്കുന്ന സർവത്തിനും ആധാരം ആ ഭഗവാനാണ്. ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ നമുക്ക് നന്മയുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വിഷയാഭിലാസം ത്യജിച്ച് ഭക്തിയോഗത്തിലേക്കൂടി നമുക്ക് ഭഗവാനെ പ്രാപിക്കാമെന്നുള്ള അത്യുന്നതമായ ഉപദേശങ്ങൾ നൽകുന്ന ഭാഗമാണ് ഇപ്പോൾ ആചാര്യൻ വായിച്ചത്. അടുത്ത ആ മനുവിൻ്റെ, അതായത് പൃഥുവിനെ എല്ലാവരും വളരെയേറെ അപ്പോൾ സനൽകുമാരന്മാരുടെ സനകാദികളുടെ ഉപദേശങ്ങൾ ലഭിക്കുമ്പോഴേക്കും നിശ്ചല മാനസനായ പൃഥുവിനെ സമമായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും സമുദ്രത്തിൻ്റെ ആഴത്തിനേക്കാൾ അളക്കാൻ കഴിയാത്തത്ര ഇത് സമുദ്രമിവ ദുർബോധ സത്യേന അജരാടിവ ധർമ്മരാടിവ ശിക്ഷായ മാശ്ചര്യേതിമവാനിവ. എല്ലാത്തിനും എത്ര ആരൊക്കെയാണോ ഉന്നതനായിട്ടുള്ളത് അതിലെല്ലാം ഉന്നതനായിട്ടുള്ള ആ പൃഥുവിനെ നമസ്കരിച്ചുകൊണ്ട് പൃഥുമാതിരി ഒരു രാജാവിനെ ലഭിച്ചതിൽ ഞങ്ങളും അധികം പുണ്യന്മാരാണ് എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യത്തിലായാലും ശരി, സ്വഭാവത്തിലായാലും ശരി, രാജ്യം ഭരിക്കുന്നതിലായാലും ശരി, എല്ലാറ്റിലും പൃഥുവിനെ പോലുള്ളൊരു മഹാരാജാവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ പൃഥുവിൻ്റെ കീർത്തി അത്രയ്ക്കും മഹത്തരമായതാണ്. ലോകത്തുള്ള സകല സ്ത്രീകളുടെയും കണ്ണുകളിൽ, ചെവിയുടെ ഉള്ളിൽ അത് പ്രവേശിച്ചു. പ്രവിഷ്ടകർണരന്ധ്രേഷു ശ്രീനാം രാമ സദാ. ശ്രീരാമ ഭഗവാന്റെ കീർത്തി എപ്രകാരമാണോ ലോകം മുഴുവൻ പ്രാപിച്ചത്, അപ്രകാരം കർണരന്ധ്രങ്ങളിൽ സ്ത്രീകളും സർവ്വസ്ത്രീകളും ഈ ഭഗവാന്റെ, അതായത് പൃഥു മഹാരാജാവിൻ്റെ, ഭഗവാൻ തന്നെ പൃഥുവായിട്ട് അവതരിച്ചതാണ്. ആ പൃഥുരാജാവിൻ്റെ കീർത്തി കൊണ്ട് അവരുടെ ചെവികളൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിച്ചത്. പിന്നെ പൃഥു, അടുത്ത അധ്യായത്തിൽ പൃഥു തപസ് ചെയ്യുന്നതും വൈകുണ്ഠ പ്രാപ്തി, മോക്ഷപ്രാപ്തി അടയുന്നതുമാണ് പാരായണം ചെയ്യുന്നത്. അതത്രയും വിംശതിതമോധ്യായം.